നീണ്ട 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 കഥ. പിടിച്ചോ. സർ, ഒരു ദശകത്തോളം നീണ്ട അമിതാധികാര പ്രയോഗങ്ങളുടെയും അസഹിഷ്ണുതയുടെയും ആക്രമണങ്ങളുടെയും അഴിമതിയുടെയും ജനവിരുദ്ധതയുടെയും വർഗീയ അവസരവാദത്തിൻ്റെയും എല്ലാം വഞ്ചക ഭരണവാഴ്ചയെ ചരിത്രത്തിൻ്റെ ചവറ്റുകുറ്റയിലേക്ക് തൂത്തെറിഞ്ഞ് വീറോടെ ജനവിധി എഴുതിയ കേരളത്തിലെ മുഴുവൻ ജനതയെയും അഭിനന്ദിക്കുകയാണ് സാർ. എന്താ ഉറക്കം വരുന്നു സർ, ഒരു പാർട്ടിയും ഒരു ഭരണകൂടവും എന്തായിക്കൂടാ എന്നതിൻ്റെ സർവ്വലക്ഷണമൊത്ത ഉദാഹരണമായി CPM എന്ന പാർട്ടിയും അതിനെ നയിച്ച ഭരണവും സകല ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും ഭരണകർത്താക്കൾക്കുമുള്ള പാഠവും സന്ദേശവുമായി മുന്നിൽ നിൽക്കുകയാണ് സാർ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. സർ, ത്യാഗഭരിതവും ഇതിഹാസ തുല്യവുമായ ചരിത്രമുള്ള ജനകീയ പ്രതിബദ്ധതയും വർഗ രാഷ്ട്രീയ ഉള്ളടക്കവും ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഒറ്റ ഉടമ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറിത്തീർന്നതിന്റെ ദുരന്ത ഫലമാണ് സർ CPM ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? കുലംകുത്തികളായി മുദ്രകുട്ടപ്പെട്ടവരെ കേരള മണ്ണ് ജനാധിപത്യ വീറോടെ ജനകീയ നേതാക്കളായി ഉയർത്തിക്കാണിച്ചതിന്റെ ചിത്രമാണ് സാർ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? വടകരയും പയ്യന്നൂരും തളിപ്പറമ്പും അമ്പലപ്പുഴയുമെല്ലാം ഭാവി ഇടതു ബദൽ രാഷ്ട്രീയത്തിന് ദിശാസൂചകമായി വിളക്കുമാടങ്ങളായി ഇന്ന് കേരളത്തിന് മുന്നിൽ ജ്വലിച്ചു നിൽക്കുകയാണ് സാർ. തീർച്ചയായിട്ടും കേരളത്തിൽ സുശക്തമായ ഒരു ജനാധിപത്യ മതനിരപേക്ഷ ഐക്യമുന്നണി രൂപപ്പെടുന്നതിന്റെ വിളംബരം കൂടിയാണ് സാർ ഈ തെരഞ്ഞെടുപ്പ് ഫലം. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വലിയ പ്രതീക്ഷകളുടെ കൂടെയാണ് സാർ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലുള്ള മനുഷ്യർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ നോക്കിക്കാണുന്നത്. അധികാരമേറ്റ ഉടനെ അടിസ്ഥാന ജനവിഭാഗമായ സ്ത്രീകളുടെ ഉന്നമനത്തിന് മുൻഗണന നൽകിയ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് സാർ. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.